അപ്പോഴേക്കും അബിൻ വർക്കി ഇപ്പോഴെടുക്കുന്ന നിലപാടുകൾക്ക് മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും യൂത്ത് കോൺഗ്രസിന്റെ ഇതിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയിൽ തന്നെ ഒരു നിയമസഭാ സീറ്റ് ഉറപ്പാക്കുക എന്നതുകൂടിയാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന അബിൻ വർക്കി കേരളമൊട്ടാകെ ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ് എന്ന കാര്യത്തിൽ നേതൃത്വത്തിന് സംശയമില്ല. നേതൃത്വത്തിന്റെ നാവാണ് ചാനൽ ചർച്ചകളിൽ അബിൻ വർക്കി എന്ന കാര്യത്തിലും സംശയമില്ല. സ്വാഭാവികമായും അബിൻ വർക്കി ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ചില നീക്കങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് ഉറപ്പിക്കാം എന്ന ഇതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് അബിൻ വർക്കിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാതെ കലഹിച്ചു പോരടിച്ചു മാറി നിൽക്കാനോ അല്ലെങ്കിൽ വെല്ലുവിളിച്ചു മുന്നോട്ട് പോകാനോ ഒന്നുമല്ല അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ. നേരത്തെ മുമ്പ് ചില സമാനമായ സാഹചര്യങ്ങളുണ്ട്. അബിൻ വർക്കിയുടെ നേതാവായ രമേശ് ചെന്നിത്തലയെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലേക്ക് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിര അംഗത്വം പ്രതീക്ഷിച്ചിരുന്നു. അന്ന് അതുണ്ടായില്ല. ക്ഷണിതാവ് എന്ന പദവിയായിരുന്നു ലഭിച്ചത്. അതിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാകുകയും അദ്ദേഹം കുറെ ദിവസങ്ങളോളം ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി എന്ന വാർത്തകൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. അപ്പോഴൊന്നും പ്രതികരിച്ചില്ല. പിന്നീട് അദ്ദേഹം പ്രതികരണവുമായി എത്തിയപ്പോൾ തനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സമാനമാണ് ഇന്ന് അബിൻ വർക്കിയും സ്വീകരിച്ച നിലപാട്. വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ പാർട്ടി പറയുന്ന എന്തും താൻ അംഗീകരിക്കും എന്നുകൂടി പറഞ്ഞു വെക്കുകയും പാർട്ടിയുടെ തീരുമാനത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നില്ല. തനിക്കുള്ള അതൃപ്തി പരസ്യമാക്കുക എന്നിടത്ത് മാത്രം ഒതുങ്ങി നിർത്തുന്നുണ്ട് ആ പ്രതിഷേധം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദിവ്യ.